കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഗ്രാമപഞ്ചായത്തിലെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളോട് വൈസ് പ്രസിഡന്റിന്റെ മോശം പെരുമാറ്റം. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. കുടിവെള്ളക്ഷാമം നേരിടുന്ന 2 വാർഡുകളിലുള്ളവരാണ് പരാതിയുമായി എത്തിയത്. ഇവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുന്നതിനിടയിലാണ് വൈസ് പ്രസിഡന്റ് മോശമായി പെരുമാറി എന്നാണ് പരാതി. ഏറെ നാളുകളായി പന്മന പഞ്ചായത്തിലെ മാവേലി, മിടാപ്പള്ളി വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. ഈ പ്രശ്നം ഉന്നയിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ വീട്ടമ്മമാർ പരാതി നൽകിയിരുന്നു. ഇതിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ഇവർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റുമായി സംസാരിച്ചത്. ഇതിനിടയിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിച്ചതെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങളൊക്കെ കുറയ്ക്കാൻ ഞാൻ വർത്താനം പറയും. അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ അത്ര ഭാഷ നിങ്ങളുടെ കാര്യം പറയാൻ പറയും. നിങ്ങൾ കാര്യം മര്യാദയ്ക്ക് പറ. ഈ സമയത്ത് പഞ്ചായത്ത് വനിതാ പ്രസിഡന്റ് മൗനം പാലിക്കുകയും ചെയ്തുവെന്ന് ഇവർ ആരോപിക്കുന്നു. ജലനിധി പദ്ധതി പ്രകാരവും പിന്നീട് ജലജീവൻ പദ്ധതി പ്രകാരവും പഞ്ചായത്ത് പണപ്പിരിവ് നടത്തുകയും ഓരോ വീടുകളിൽ നിന്നും 100 രൂപ വീതം കൈപ്പറ്റുകയും ചെയ്തു. പല കുടുംബങ്ങളും അഡ്വാൻസായി 500 രൂപ നൽകി. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പഴയതും പുതിയതുമായ പൈപ്പ് ലൈനുകൾ വഴി ഇവർക്ക് കുടിവെള്ളം ലഭിച്ചു. ഇപ്പോൾ ഏതാനും നാളുകളായി ഈ പ്രദേശത്ത് വെള്ളമെത്തുന്നില്ല. അയൽ വീടുകളിലെ കിണറുകളെ ആശ്രയിച്ചാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വീട്ടമ്മമാർ പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. തുടർന്നാണ് വൈസ് പ്രസിഡന്റ് പ്രകോപനപരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലും സംസാരിച്ചതായി ഇവർ പറയുന്നത്. വൈസ് പ്രസിഡന്റിനെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് വീട്ടമ്മമാർ. ഞാൻ പന്മന പഞ്ചായത്തിലെ ഒരു അന്തേവാസിയാണ്. ഞങ്ങൾക്ക് 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് വെള്ളം കിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ ജലനിധി എന്നുള്ള പദ്ധതി കഴിഞ്ഞിട്ട് ജലജീവൻ പദ്ധതി പ്രകാരം വെള്ളം തരാമെന്ന് പറഞ്ഞ് പുതിയ ലൈൻ ഇടുന്നു എന്നും മറ്റും പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിൽ വന്ന് ലൈൻ ഇടുകയും കുറച്ച് സ്ഥലങ്ങളിൽ പഴയ ലൈൻ വഴി വെള്ളം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് ഒരാഴ്ച മാത്രം വെള്ളം കിട്ടുകയും ഈ വെള്ളം കിട്ടിയ സാഹചര്യത്തിൽ മാസം 100 രൂപ അടയ്ക്കണം എന്ന രീതിയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ ഈടാക്കി. എന്നാൽ ആ പൈസ വാങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ വെള്ളത്തിനാണെന്ന് എഴുതി 500 രൂപ വീതം അഡ്വാൻസ് ആണ് അടച്ചിരിക്കുന്നത്. എന്നാൽ ഈ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഞങ്ങൾ പലതവണ വ്യക്തികളായിട്ടും കൂട്ടങ്ങളായിട്ടും ഞങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചു. പഞ്ചായത്തിൽ പ്രസിഡന്റിനെ അറിയിക്കുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ജലനിധി അറിയിക്കാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ പറയും ഞങ്ങൾ താഴോട്ടും മേലോട്ടും പലതവണയായിട്ട് നടന്നു. ഞങ്ങൾ ഒരുപാട് അപേക്ഷകൾ കൊടുത്തു. ഇന്ന് ഞങ്ങൾ വീട്ടമ്മമാർ കുറച്ച് പേര് അത്രത്തോളം ഗതികെട്ട അവസ്ഥയായപ്പോൾ ഞങ്ങൾ പ്രസിഡന്റിനെ കാണാൻ ചെന്നു. ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് എവിടുന്നോ കയറി വരികയും അദ്ദേഹം ഞങ്ങളോട് അപമര്യാദയായി പെരുമാറി. നിങ്ങൾ എന്താണ്, അതായത് സംസാരിച്ചുകൊണ്ടിരുന്ന എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഭർത്താവിൻ്റെ കൂടാണോ താമസിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഭർത്താവിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളം തരുന്നതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല, പൈസ വിരിക്കുന്ന മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ. പിന്നെ ഞങ്ങൾ പലതവണയും വന്ന് അവിടെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഞങ്ങളുടെ ലൈൻ്റെയാണ്. ഞങ്ങൾ വന്നപ്പോൾ പൈസ പിരിച്ച അന്ന് വരെ ഞങ്ങൾക്ക് ലൈനിൽ കൂടെ വെള്ളം വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. വളരെ മോശമായ ഒരു സ്ത്രീകളോട് ഒരിക്കലും പെരുമാറാൻ പറ്റാത്ത രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് നീതിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങളോട് ഇത്രയും അപമര്യാദയായി പെരുമാറിയതിനെതിരെ ഞങ്ങൾ നിയമപരമായി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.